നേഴ്സായിട്ട് നമുക്ക് ഇവിടെ വന്ന് ഒരു സ്റ്റാറ്റസിലെത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ക്ഷമ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിമ്മി ഇവിടെ കാനഡയിൽ വന്നിട്ട് സ്റ്റഡിക്കാണ് ഇവിടെ വന്നത്. അതിനുശേഷം പാർട്ട് ടൈമായിട്ട് PSW ആയിട്ട് ഇന്ന് ചെയ്തിരുന്നത്. അപ്പോൾ നേഴ്സാകണം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ NNAS എന്ന് പറയുന്ന രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നാട്ടിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്സ് എന്തായിരുന്നു? ഇവിടെ വന്നു കഴിഞ്ഞ് നേഴ്സാകാൻ വേണ്ടിയാണല്ലോ നമ്മൾ നിൽക്കുന്നത്. എത്ര നാൾ കൊണ്ട് നേഴ്സായി, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാനിവിടെ എൻ്റെ ഫസ്റ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് മെയിലാണല്ലോ. പിന്നെ ഞാൻ ബ്രേക്ക് എടുക്കാതെ എടുത്തതുകൊണ്ട് എൻ്റെ സെക്കൻഡ് കോഴ്സ് ഉൾപ്പെടെ എല്ലാ കോഴ്സും ഓഗസ്റ്റിൽ കഴിഞ്ഞു. ഞാൻ ഇനിഷ്യലി പറഞ്ഞതുപോലെ എൻ്റെ ഫസ്റ്റ് കോഴ്സ് മാത്രമായിരുന്നു ഞാൻ NNASൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് NNASൻ്റെ ഞാൻ ജൂലൈ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ പ്രോസസ്സിങ് ഏകദേശം എൻ്റെ ഫസ്റ്റ് കോഴ്സ് തീർന്ന അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ചെന്നത് ഉൾപ്പെടെ അതിൻ്റെ അഡ്വൈസറി റിപ്പോർട്ട് എനിക്ക് ഏപ്രിൽ എൻഡോട് കൂടി വന്നു. അപ്പോൾ ഏപ്രിൽ എൻഡോട് കൂടി വന്നു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് എലിജിബിലിറ്റി കിട്ടി. RNനും RPNനും എലിജിബിലിറ്റി കിട്ടി. ആ എലിജിബിലിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ RPN എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് വേറെയാണ്. RN എന്ന് പറയുമ്പോൾ നമുക്ക് അതും അതിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസും വേറെയാണ്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഡിസൈഡ് ചെയ്തു RN എക്സാം എഴുതാമെന്ന് ഡിസൈഡ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അഡ്വൈസറി റിപ്പോർട്ട് നമ്മൾ CNOയ്ക്ക് അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ ഒണ്ടാരിയോയിലായതുകൊണ്ട് ഒണ്ടാരിയോ ബോർഡ് ഓഫ് നഴ്സിംഗിനാണ് ഞാൻ വെച്ചത്. ഇതിലൊരു ഡൗട്ട് വെച്ചോട്ടെ. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ സാധാരണ ഒരു GNM അല്ലെ BSc കഴിഞ്ഞു വരുന്നവർക്കാണെങ്കിലും ഈ CNOE നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും അതിൽ RPN RN എന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഓപ്ഷൻസിൽ ഇപ്പൊ ആദ്യം ചിലർക്ക് RPNന്റെ എലിജിബിലിറ്റി ഡയറക്റ്റ് കൊടുക്കും, പിന്നെ കുറെ ആളുകൾക്ക് കിട്ടാതെ വരുന്നു. അങ്ങനെ ആർക്കെങ്കിലും ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടോ? എനിക്കറിയാവുന്ന കുറച്ച് പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അവര് ഫസ്റ്റ് കോഴ്സ് എൻ്റെ കൂടെ വന്ന അവർക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് കോഴ്സ് ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഫസ്റ്റ് കോഴ്സ് ആഡ് ചെയ്താലാണ് നമുക്ക് ശരിക്കും നമ്മളിവിടെ ഈവൻ PR കിട്ടി വരുന്നവരാണെങ്കിൽ വരെ പലർക്കും എലിജിബിലിറ്റി കിട്ടാതെ പോകുന്നതിനുള്ള കാരണം നമ്മളിവിടെ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എലിജിബിലിറ്റി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ PR കിട്ടി വരുന്നവരാണെങ്കിൽ തന്നെ എനിക്കുള്ളൊരു സജഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ കാനഡയിൽ വന്നാൽ ആസ് ഏർലി ആസ് ഒരു കോഴ്സ് നഴ്സിംഗിൽ ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ NNAS സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ള ഗുണം നമുക്ക് എലിജിബിലിറ്റി കിട്ടും. അല്ലാതെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നോൺ കമ്പയറബിൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ സംടൈംസ് നമുക്ക് ഓസ്കി ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ വേറെ കോഴ്സ് അവര് നമുക്ക് അഡ്വൈസ് ചെയ്യും. അപ്പം ഇതെല്ലാം ടൈം എടുക്കുന്ന പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഒരു നല്ലൊരു പ്ലാനിങ് തന്നെ ആയിരിക്കും. നമ്മളിവിടെ PR കിട്ടി വരുന്നവർക്ക് വാട്സാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡയറക്റ്റ് തന്നെ ഒരു കോഴ്സിന് എൻട്രി ചെയ്യുക, നല്ലൊരു കോഴ്സിന് എൻട്രി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നോടം വരെ വെയിറ്റ് ചെയ്ത് അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ഉൾപ്പെടെ വച്ച് എലിജിബിലിറ്റി എടുക്കുക, CNOയ്ക്ക് അപ്ലൈ ചെയ്യുക. എനിക്ക് തോന്നുന്നു ഈ NNASന്റെ റിപ്പോർട്ട് നമുക്ക് വേറെ പ്രൊവിൻസിനും വെക്കാം. നമുക്ക് ഏത് പ്രൊവിൻസിനാണോ വേണ്ടത് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഏകദേശം $55 ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഒണ്ടാരിയോയിൽ നമ്മൾ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും പിന്നെ നമ്മുടെ മറ്റ് ആൽബർട്ടയിലോട്ടോ ബ്രിട്ടീഷ് കൊളംബിയയിലോട്ടോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ ഞങ്ങളൊരു ഫോം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നഴ്സസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വിങ് തന്നെ പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആളുമാണ് നിമ്മി. അത് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഗൈഡൻസ് കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും കനഡിയൻ സ്കിൽസിന്റെ വെബ്സൈറ്റ് വഴിയും അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു അതിന് ശേഷം ചെയ്തത്? നമ്മൾ CNOയിൽ അപ്ലൈ ചെയ്തു. CNOയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേറൊരു എക്സാം ഉണ്ട്. അതായത് നമുക്ക് 2 എക്സാംസ് നമുക്കിവിടെ ക്ലിയർ ചെയ്യണം. അതായത് ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, പിന്നെ NCLEX RN ഉണ്ട്, പിന്നെ നമ്മൾ ലാംഗ്വേജ് മെറ്റ് ചെയ്യണം, പിന്നെ പോലീസ് ക്ലിയറൻസ്, അങ്ങനെ പിന്നെ നമ്മുടെ എവിഡൻസ് ഓഫ് പ്രാക്ടീസ്. സോ എവിഡൻസ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പാസ്റ്റ് 3 ഇയേഴ്സിൽ നമുക്ക് എത്ര അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്, പിന്നെ ലാംഗ്വേജ് എന്നുള്ളത് നമ്മൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നിടത്തു നിന്ന് നമ്മുടെ എംപ്ലോയർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ രീതിയിൽ ഡയറക്റ്റ് CNOയ്ക്ക് വിടാം. പിന്നെ നമ്മളിവിടെ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫസർ, അതായത് നഴ്സ് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റിൽ എനിക്ക് കിട്ടിയെന്ന് പറയുന്നത്, അതുപോലെ നമ്മുടെ കോളേജിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇനി ഇത് രണ്ടും ഇല്ലാത്തവരാണ് എങ്കിൽ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് അങ്ങനെ എലിജിബിലിറ്റി കിട്ടിയാൽ നമുക്ക് ലാംഗ്വേജ് മെറ്റ് ചെയ്യാൻ ഡയറക്റ്റ് അക്കാഡമിക് IELTS
ഓവറോൾ ഈ പറഞ്ഞ പോലെ ലിസണിങ് 7.5, റൈറ്റിംഗ് സ്പീക്കിംഗ് 7, റീഡിങ് 6.5. ഈ 3 ഓപ്ഷൻസ് ആണ് ലാംഗ്വേജിന്റെ കാര്യത്തിലുള്ളത്. പിന്നെ നമുക്ക് പോലീസ് ക്ലിയറൻസ് ചെക്ക്, അതിനൊരു 6 month ഡ്യൂറേഷൻ വാലിഡിറ്റി ഉണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നീട് വരുന്നത് NCLEX-RN എക്സാം, ജൂറിസ്പ്രുഡൻസ് എക്സാം. ഈ ജൂറിസ്പ്രുഡൻസ് എക്സാം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ എക്സാം ആണ്. വൺസ് നമ്മൾ പേ ചെയ്ത ഉടനെ തന്നെ നമുക്ക് വിൻഡോ ഓപ്പൺ ആവും. ആ സെറ്റിംഗിൽ തന്നെ നമ്മൾ ഇരുന്ന് എക്സാം എഴുതുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു മോർ ദാൻ 150 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എഴുതേണ്ട എക്സാം. ഇവിടുത്തെ ഒരു എൻട്രി ടു പ്രാക്ടീസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അത് അപ്പൊ നമ്മളിവിടെ ഒരു കോഴ്സ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റും. ഒരു നഴ്സ് ആകുമ്പോൾ നമ്മൾ ഏത് ലെവലിൽ ചിന്തിക്കണം, അങ്ങനത്തെ ഒരു. തീർച്ചയായിട്ടും. അതിനെനിക്ക് തോന്നുന്നത് നഴ്സിംഗ് ഇൻ ഒണ്ടാരിയോ എന്ന് പറയുന്ന കോഴ്സൊക്കെ നല്ല കോഴ്സുകളായിരിക്കും. 3 months കോഴ്സുകളാണ്. ഏപ്രിൽ എൻഡോട് കൂടി എനിക്ക് NNS റിപ്പോർട്ട് വന്നു. ഞാൻ മെയ് ഫസ്റ്റ് വീക്ക് തന്നെ CNOയ്ക്ക് അപ്ലൈ ചെയ്തു. CNOയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ മെറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ജൂറിസ്പ്രുഡൻസ് എഴുതി. വിത്തിൻ സെക്കൻഡ് നമ്മൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ പേജിൽ മെറ്റ് എന്നുള്ളത് കാണാൻ പറ്റും. പിന്നീട് NCLEX-RN ഞാൻ മെയ് 26 എഴുതുന്നത്. സോ NCLEX-RN എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് എഴുതേണ്ട ഒരു എക്സാം ആണ്. അതായത് നമ്മൾ തിയറി മാത്രമല്ല, നമ്മളൊരു വേ ഓഫ് തിങ്കിങ്, അതായത് നമ്മളൊരു എല്ലാ ആൻസേഴ്സും നമുക്ക് ശരിയാണെന്ന് തോന്നും. അത് ആ നമുക്ക് കിട്ടുന്ന ചോയ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആ ഒരു എക്സാം നമുക്ക് വളരെ ആവശ്യമാണ്. ടൈമും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകിച്ച് കോച്ചിങ്ങോ കാര്യങ്ങളോ എല്ലാം എടുത്തിരുന്നു? ഞാൻ ശരിക്കും നാട്ടിലായിരുന്ന സമയത്ത് ഒരു 1 month കോച്ചിങ് എടുത്തിരുന്നു. പിന്നീട് ഞാൻ ഇവിടെ വന്നപ്പം തിരിച്ച് ഇവിടെ കാനഡയിൽ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ആ സമയം തൊട്ട് എനിക്ക് പാർട്ട് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഫ്രീ ആണല്ലോ. അപ്പൊ ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചില്ല, പക്ഷേ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്തു. നമുക്ക് ഒത്തിരി യൂട്യൂബ് വീഡിയോസ്, അതിന്റെ ഒരു മോഡൽ ഓഫ് റൈറ്റിംഗ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഒരു കോഴ്സ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് എന്ന് നമ്മളെ ഇവർ ഇൻഡയറക്റ്റ്ലി നമ്മുടെ ആ ഒരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള കോഴ്സുകളാണ് നമുക്കിവിടെ ഉള്ളത്. അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ മെയ് 26 ഞാൻ എക്സാം എഴുതി. എനിക്ക് ശരിക്കും നല്ല ടഫായിരുന്നു എക്സാം. പക്ഷെ നെക്സ്റ്റ് ഡേ ഞാൻ എൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ മെറ്റ് എന്ന് പറഞ്ഞു കണ്ടു. വളരെ സന്തോഷമായി. അങ്ങനെ കാനഡയില് രജിസ്റ്റേർഡ് നഴ്സായി. അതായത് ഈ ഒരു ടൈം ലൈൻ നോക്കുവാണെങ്കിൽ ഏകദേശം ഇവിടെ വന്നിട്ട് എത്ര നാൾ കൊണ്ട് ഇത് കംപ്ലീറ്റ് പ്രോസസ്സ് തീർന്നതാണ്? കംപ്ലീറ്റ് പ്രോസസ്സ് August 1 ഞാൻ ഇവിടെ വന്നു. മെയ് 26 ഞാൻ പാസ്സായി. അതായത് ഒരു വർഷത്തിൽ 2020 August 1 വന്നു. 2021 മെയ് 26 9 മാസം കൊണ്ട് കാനഡയിൽ വന്നിട്ട് RN ആയെന്നുള്ളതാണ് അതിനകത്തെ കാര്യം. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം പലരും PR കിട്ടി വന്നിട്ട് ഇവിടെ നമുക്ക് അടുത്തത് പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ ഡ്യൂറേഷൻ കൂടും. വേറൊരു രാജ്യത്ത് പോകുന്നതല്ല. വേറൊരു രാജ്യത്ത് നമ്മളിപ്പോൾ IELTS സ്കോർ മീറ്റ് ചെയ്തു, അവിടെ പോയി ഒന്നെങ്കിൽ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ചെയ്തു, നെക്സ്റ്റ് ഡേ നമുക്ക് നേഴ്സ് ആണ് അവിടെ. പക്ഷേ കാനഡ അങ്ങനെയല്ല. ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് കൺട്രിയാണ്. ബട്ട് നേഴ്സുമാർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ഉള്ളൊരു കൺട്രിയാണ്. ആ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്കും അറിയാം കുറെ പേര് PR കിട്ടി വന്നിട്ട് സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ഒന്നെങ്കിൽ അവർ എലിജിബിൾ ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും കോഴ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഓസ്കിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എന്റെ ബെസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് PR കിട്ടി വരുന്നത് ഏറ്റവും നല്ലത് സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നതിലും. പക്ഷെ PR കിട്ടി വരുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ആണ് കാനഡ കൊടുക്കുന്നത്. ഇവിടെ ഒസാപ്പ് ഉണ്ട്. ആ ഇത് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് നല്ലൊരു കോഴ്സ് ചെയ്യുക, ആ കോഴ്സിന്റെ റിസൾട്ട് ആഡ് ചെയ്യുക, എലിജിബിൾ ആകുക, എക്സാം എഴുതുക. പക്ഷെ ഇതിലൊക്കെ ഉപരി NCLEX-RN പാസ്സാവാൻ നമുക്കൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ, പ്ലാനിങ്, അതൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നേഴ്സായിട്ട് നമുക്ക് ഇവിടെ വന്ന് ഒരു സ്റ്റാറ്റസിൽ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ക്ഷമ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് നമ്മളെല്ലാം ഒരു പോസിറ്റീവായിട്ട് എടുത്ത് അതിനുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത്, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ നാട്ടിൽ നിന്ന് കയറി വരുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത്. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് നമുക്ക് ഒരു എന്താ പറയണ്ടേ നേഴ്സായിട്ട് കാനഡയിൽ വർക്ക് ചെയ്യാം. അപ്പം അതിനായിട്ട് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. താങ്ക് യു.